സാറേ, പശ്ചിമേഷ്യയിലെ യുദ്ധം നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്കൊക്കെ നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പം ഇസ്രയേൽ ആദ്യം ടാർഗറ്റ് ചെയ്ത് ഹമാസിനെയാണ്, അതേതാണ്ട് വെടിപ്പാക്കി. അതിനുശേഷം ഹിസ്ബുള്ള വന്നു. ഹിസ്ബുള്ളയുടെ തലവന്മാരെ അടക്കം ഇപ്പം ഹസൻ നസറുള്ള അടക്കം 20ഓളം പേരെയാണ് കൊലപ്പെടുത്തിയത്. ഇതിന് ശേഷം ഇപ്പോൾ ആക്രമണം നടക്കുന്നത് ഈ യമനിൽ കഴിയുന്ന ഹൂത്തി വിമതർക്ക് നേരെയാണ്. അവർ ഈ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ചില തുറമുഖങ്ങളൊക്കെ ഉണ്ട്. ഈ തുറമുഖങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു എന്ന് പറയും. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഈ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ഇല്ലാതാക്കാൻ ഇസ്രയേൽ ഒറ്റയടിക്കുന്ന ശ്രമം നടത്തുവാണോ? എന്ന് വേണം കരുതാനായിട്ട്. കാരണം കുറച്ച് ദിവസം മുമ്പ് ഹൂത്തികളുടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അതായത് ടെലവീവിൽ ബെൻഗൂറിയൻ എയർപോർട്ടിനടുത്തേക്ക് അവരുടെ ഒരു മിസൈൽ വിട്ടായിരുന്നു. അപ്പം അതിനു മുമ്പ് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നടന്നായിരുന്നു. അതായത് ഈ October 7th അറ്റാക്കിന് ശേഷം ഹമാസിനോട് സോൾഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്രോൺസ് വിടുമായിരുന്നു ഹൂത്തികൾ. അപ്പോൾ ഇസ്രായേൽ കുറേ നാളത്തേക്ക് അതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല. കാരണം ദേവർ ബിസി ഈ ഹമാസിൻ്റെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹമാസിനെ ഒരുവിധമൊക്കെ ഒന്ന് പാകപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇനി മറ്റു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമല്ലോ എന്നുള്ള ചിന്ത അപ്പോഴാണ് വന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇറാനും ആയിട്ട് ഒരു ഡയറക്റ്റ് ഒരു കൺഫ്രണ്ടേഷനും വന്നായിരുന്നു. അപ്പോൾ ഇറാൻ്റെ ആക്രമണം കൊണ്ടൊന്നും കാര്യമില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തായിരുന്നു. പിന്നെ ഒരു കുറച്ച് സാവകാശം വന്നപ്പോഴാണ് ഒരു പ്രാവശ്യം ഹൂത്തികൾക്ക് നേരെ ആക്രമണം ആദ്യമേ അഴിച്ചുവിട്ടായിരുന്നു. അത് അൽ ഹുദൈദ എന്ന് പറയുന്ന പോർട്ട് സിറ്റിയാണത്. അവിടെ നിന്നാണ് മെയിനായിട്ടുള്ള വരുമാനമൊക്കെ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ ക്യാപിറ്റൽ സിറ്റി ഡൽഹി എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വരുമാനമുള്ളത് ബോംബെ ആണ്, അല്ലെങ്കിൽ ന്യൂയോർക്ക് ഈസ് ബിഗർ ദാൻ വാഷിങ്ടൺ. അപ്പോൾ ഈ ഹുദൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രധാന വരുമാനത്തിൻ്റെ സോഴ്സാണത്. അവിടെയാണ് ഒന്നാമത്തെ ഈ ഇറാൻ്റെ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്ന സ്ഥലം അവിടെയാണ്. പിന്നെ അതുവഴിയാണ് ട്രേഡൊക്കെ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഹുദൈദ എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക ലൈഫ് ലൈനാണ്. അതൊന്ന് ഒരു നല്ല രീതിയിലൊന്ന് പോയി അവിടെ പെരുമാറി ഒരു ഇതൊക്കെ നിരപ്പാക്കി അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ശല്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇസ്രായേൽ ലെബനോണിലേക്ക് പ്രവേശിച്ചൊന്നും കൂടി ആക്റ്റീവായി ഹമാസിനെ പതുക്കെ ഒന്ന് വിട്ടമട്ടാണ്. അവിടെ പോയി പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഹൂത്തികൾ ഒരു കാര്യം ചെയ്തു. കഴിഞ്ഞ ഫ്രൈഡേ അവരൊരു മിസൈൽ വിട്ടത് അത് ടെലവീവിൽ ബെൻഗൂറിയൻ എയർപോർട്ടിൻ്റെ അടുത്ത് വരെ എത്തിയായിരുന്നു. അപ്പോൾ അത് അന്ന് വിടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു UN പോയിട്ട് വളരെ കർക്കശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസംഗമൊക്കെ നടത്തി തിരിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്നിറങ്ങുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് നോക്കുക എന്നുള്ളൊരു മറ്റൊരു ചലഞ്ചായിട്ടാണ്. പക്ഷേ അപ്പം തന്നെ ആക്രമണമൊന്നും ഉണ്ടായിരുന്നില്ല. അത് തകർത്തു തോന്നുന്നു. അതെ, അയൺ ഡോം തകർത്തു. അത് നിലത്ത് വീണ് പൊട്ടിത്തെറിക്കില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഉടനെ അങ്ങോട്ട് തിരിച്ചടിച്ചില്ല. കാരണം ദേവർ ബിസി വിത്ത് ലെബനോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്ബുള്ള. അപ്പോൾ ഹിസ്ബുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി സ്പീക്കിംഗ് അവിടെ ലെബനോണിൻ്റെ അവർ ആർമിയല്ല, അവിടുത്തെ ഒന്നുമല്ല. അവർ ഒരു തീവ്രവാദ സംഘടന ഉള്ളൂ, അത്രേ ഉള്ളൂ. പേടിപ്പിച്ച് നിർത്തിയേക്കോ ജനങ്ങളെ പേടിപ്പിച്ച് നിർത്തിയാണ്. അപ്പോൾ അവിടെ ഇപ്പോഴും 32% ക്രിസ്ത്യൻസാണ്. ഒറിജിനലി ഇറ്റ് വാസ് എ ക്രിസ്ത്യൻ മെജോറിറ്റി കൺട്രി, അറിയാലോ. ഇപ്പോൾ 32% ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളവർ തന്നെ മുസ്ലിംസ് തന്നെ 2 കാറ്റഗറി ഉണ്ട്, സുന്നി ഉണ്ട്, ഷിയ ഉണ്ട്. അത് മോറോർലെസ് ഈക്വലായിട്ടാണ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സുന്നികൾക്ക് ഇവരോട് താല്പര്യമില്ല. പക്ഷേ ഇറാൻ പരോക്ഷമായി പിന്തുണ നൽകിയിട്ട് ഈ ഷിയാക്കാരെ വളർത്തിക്കൊണ്ട് വരികയാണ്. അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി, ജനങ്ങളെ തോക്കിന് മുന്നേ നിർത്തിക്കൊണ്ട് നിങ്ങൾ അങ്ങ് ഭരിച്ചു. അതെ. അപ്പോൾ ഇറാൻ്റെ ആയുധങ്ങൾ ഉണ്ട്. ഇറാൻ്റെ ആയുധങ്ങൾ വേണ്ട പോലെ ഇവർ ഉപയോഗിക്കാൻ അറിയാം. എതിരാളികളൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യും. അതാണ് രീതി. അങ്ങനെയാണ് ഇവരുടെ രീതി ആയിരുന്നത്. അപ്പോൾ ഈ ലെബനോണിൽ അവർ റാങ്ക് ചെയ്തിട്ടുണ്ട് ആരെയൊക്കെ എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹൂത്തികൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നത്, അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നത്. അപ്പോൾ അവരങ്ങനെ ഈ റാങ്ക് അനുസരിച്ച് ഓരോരുത്തരെയും കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാനിയനെ കൊന്നു. പിന്നെ ഇറാൻ പ്രസിഡന്റ് റൈസി, അതെ, ഇബ്രാഹിം റൈസിനെയും ഇവർ തന്നെ ആയിരിക്കണം. അവസരം പേജറോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉണ്ടെങ്കിലും എന്തെങ്കിലും അവർ മനസ്സിൽ വെച്ച രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന ഏർപ്പാടായിരിക്കുള്ളൂ. പിന്നെ ഷുക്കൂർ എന്ന് പറഞ്ഞ 2 പേരെ അടുപ്പിച്ചടുപ്പിച്ച് കൊന്നായിരുന്നു. ഷുക്കൂർ, അക്കുൽ എന്ന ഈ 2 പേര്. ഇവർ 2 പേരും കൂടി ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും കൂടി മൊത്തം
എബൌട്ട് 300 അമേരിക്കൻ സോൾജേഴ്സിനെ, അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് സോൾജേഴ്സിനെ കൊന്നവരാണ് ഈ ഷുക്കൂർ എന്ന് പറയുന്ന ആളും അഖിൽ എന്ന് പറയുന്ന ആളും. അപ്പോൾ അവരന്ന് തന്നെ അമേരിക്ക, ദാറ്റ് ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് സം ടൈം ഇൻ ദി ഏർലി 80s, 1982-83 ആ പീരീഡിലാണ് നടന്നത്. അപ്പോൾ അത്രയും നാളത്തെ വൈരാഗ്യം ഉണ്ടല്ലേ? അത്രയും നാളത്തെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക അന്ന് തന്നെ ഷുക്കൂറിന് $5 million തലയ്ക്ക് വിലയിട്ടിരുന്നത്. അക്വിലിന് $7 million തലയ്ക്ക് വിലയിട്ടിരുന്നത്. എന്നിട്ട് അമേരിക്ക അങ്ങനെ വിലയിട്ട് കാത്തിരിക്കായിരുന്നു എന്തെങ്കിലും സംഭവിക്കാൻ. ഒന്നും സംഭവിച്ചില്ല ഇത്രയും കാലം. പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിന് ഒരു വിഷമം ഉണ്ടാക്കി ഷുക്കൂർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരുടെ ഒരു ഏരിയ ഉണ്ട്, അതായത് ഒരു, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഷുക്കൂറിൻ്റെ നേതൃത്വത്തിൽ മിസൈൽ വിട്ട് കുറേ കുട്ടികൾ കൊല്ലപ്പെട്ടു. അതോടുകൂടി ഇസ്രായേലിൻ്റെ നിയന്ത്രണം വിട്ട് അപ്പോൾ തന്നെ തിരിച്ചടി തുടങ്ങി. അപ്പോൾ ഇവരെ രണ്ടുപേരെയും വലിയ വ്യത്യാസമില്ലാതെ ഈ ഹാനിയനെയും ഷുക്കൂറിനെയും അക്വിലിനെയും നശിപ്പിച്ചു. പിന്നെ അങ്ങനെ ഓരോരുത്തരെ നശിപ്പിച്ച് അവസാനം സാക്ഷാൽ നസറുള്ളനെയും നശിപ്പിച്ചു. നസറുള്ളനെ മറ്റേ ബങ്കർ ബ്ലാസ്റ്റർ അതുപയോഗിച്ചിട്ടാണ് തട്ടിക്കളഞ്ഞത്. ആ കൂട്ടത്തിൽ അബൌട്ട് 28 people were killed. അതിൽ ഒരു ഇറാൻ്റെ ഒരു ജനറലും ഉണ്ടായിരുന്നു. പിന്നെ വേറെ 1-2 വലിയ മീറ്റിംഗ് കൂടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഇവരുടെ ടോപ്പ് കമാൻഡേഴ്സ് പലരും ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ. ഇപ്പോൾ ഈ പലസ്തീൻ ഇസ്രായേൽ പറയുന്ന പറഞ്ഞാൽ ഈ ഹസൻ നസ്രുള്ള ഇല്ലാത്ത, ഭീകരത ഇല്ലാത്ത ഒരു ലോകം ഞങ്ങൾ സമ്മാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര ഭീകരനായിരുന്നു ഈ നസ്രുള്ള എന്നാണ് അല്ലേ? അതെ. അവരവിടെ വെച്ച് ഈ മീറ്റിംഗ് കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വലിയ ബിൽഡിംഗ്, ആൾക്കാർ കുറേ പേര് അവിടെ താമസിക്കുന്നുണ്ട്, പിന്നെ ചുറ്റുപാടും ബിൽഡിങ്സ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ബങ്കർ ബസ്റ്റർ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ധാരണ. പക്ഷേ ഇവർക്ക് എങ്ങനെയായാലും നാസറുള്ളനെ എടുക്കാതെ പറ്റില്ലായിരുന്നു. അപ്പോൾ നാസറുള്ളനെ തട്ടിക്കളയാനായിട്ടാണ് അത് ചെയ്തത്. ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നല്ലോ, അവിടുത്തെ ജനങ്ങൾ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ സാധാരണ ഏതെങ്കിലും ബിൽഡിംഗ് ഈ ഹമാസ് പോലെയുള്ളതിൻ്റെ തകർക്കാണെങ്കിൽ അവർ മുന്നറിയിപ്പ് കൊടുക്കുകയും അവിടെ ലഘുലകളൊക്കെ ഇടും, ഉടനെ സ്ഥലം വിട്ടോളണം നോക്കും. സോ ദാറ്റ് ഈ ആൾക്കാർ മരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും വലിയ, നേരത്തെ ആൾക്കാരോട് പൊതുവിൽ പറഞ്ഞായിരുന്നു പോയിക്കോളാൻ പറഞ്ഞിരുന്നു. പിന്നെ അവിടെ ഈ ബങ്കർ ബസ്റ്റർ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് 4-5 ബിൽഡിങ്സ് പെട്ടെന്ന് അങ്ങോട്ട് പുകയങ്ങായിപ്പോയി. അപ്പോൾ അത്ര സ്ഫോടകശേഷിയുള്ള സാർ. ഇപ്പോൾ അതിനകത്തുള്ള അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഹിസ്ബുള്ളയുടെയും കാര്യത്തിൽ ഏകദേശം തീരുമാനമായപ്പോൾ ഇപ്പോൾ ഹൂത്തികളാണ് പ്രശ്നം. ഇപ്പോൾ ഹൊദൈദ, റാസിസ എന്ന് പറയുന്ന 2 തുറമുഖങ്ങൾ ഇവരുടെ ഒരു നിയന്ത്രണത്തിലുണ്ട്. അതിൻ്റെ പവർ ഹൗസിനൊക്കെ നേരെ ഇസ്രായേൽ ബോംബാക്രമണമൊക്കെ നടത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി നിങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ വാണിംഗ് കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ഊഴമുണ്ട്. കുറേ പേരുടെ ഊഴം കഴിഞ്ഞു. ഹമാസിൻ്റെ ഒരുവിധമൊക്കെ ആയി. പിന്നെ ഈ ഹിസ്ബുള്ളയുടെ ഊഴം ഒരുവിധമായി. ഇനി അടുത്ത ഊഴം നിങ്ങളുടെയാണ് എന്നുള്ളത് അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് അവിടെ പോയി ഡസൻസ് ഓഫ് എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, ഫൈറ്റർ എയർക്രാഫ്റ്റ്. അത് പോയിട്ട് അവിടെയൊക്കെ ഈ പറഞ്ഞ 2 സ്ഥലങ്ങളിലും, റാസ് ഈസായും അൽ ഹുദൈദ, ഈ 2 സ്ഥലത്തും ഒരു നിരപ്പാക്കിയിട്ടാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിക്കോ, ഇനി വിഷം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളൊരു സൂചന കൊടുത്തിട്ടാണ് അവിടുന്ന് പോന്നിരിക്കുന്നത്. പിന്നെ ഇവർ ചെയ്യുന്നത് ഈ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. അതായത് ഓരോരുത്തരും നേതാക്കൾ, ഇപ്പം നാസറുള്ള അവർ വധിച്ചു. അപ്പോൾ അതിനുശേഷം വരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പേര് നബിൽ കൗക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു. ഈ നാസറുള്ളയ്ക്ക് ശേഷം വീണ്ടും അവിടേക്കും മിസൈൽ വിട്ട് നബിൽ കൗക്കിനെയും കൊന്നുകളഞ്ഞു. രണ്ടാമനാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവരുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡറെയും കളയുക, ലീഡറുടെ റീപ്ലേസ്മെൻറ്റിനെയും കളയുക, റീപ്ലേസ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതും കളയുക എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പോൾ മിക്കവാറും സാധ്യത പറയുന്നത് ഈ നാസറുള്ളയുടെ തന്നെ ഒരു കസിൻ ഉണ്ടായിരുന്നു ഈ പാർട്ടിയിൽ, ഇവരുടെ പാർട്ടിയിൽ. അദ്ദേഹം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ അവിടെയുള്ള മറ്റേ ഹെസ്ബുള്ളക്കാരുടെ ആണെങ്കിൽ അവിടെ നടന്ന ഈ ആക്രമണത്തിന് ചിലരൊക്കെ ഓപ്പറേഷൻ ബിലോ ദി ബെൽറ്റ് എന്ന് ഒരു പേരുണ്ട്. കാരണം ഈ പേജറോ മറ്റു സാധനങ്ങൾ അല്ലെങ്കിൽ വാക്കി ടോക്കി എന്തെങ്കിലുമൊക്കെ പോക്കറ്റിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്താണ് കൂടുതൽ പൊട്ടിത്തെറി നടന്നിരിക്കുന്നത്. പിന്നെ ചിലരുടെ കയ്യിലായിരുന്നാണ് ആ കൈ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ടോട്ടലി ഒരു കാര്യത്തിനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. മാത്രമല്ല യുദ്ധത്തിലെ ആൾക്കാർ മരിക്കാറുണ്ട്. മരിച്ചു കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമൊക്കെ കൊടുത്താൽ പ്രശ്നം അങ്ങനെ തീർന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഇവർ കടന്നു പോവാണ്. കടന്നു പോയി കഴിയുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല,
കൂട്ടത്തിൽ കുറേ പേര് ഇവരെ നോക്കാൻ നിൽക്കണം. അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ അവർ ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ അവരെ നോക്കാൻ കുറേ പേര് നിൽക്കണം. അപ്പോൾ നേതൃത്വവും പോയി, ഈ പറയുന്ന അനുയായികളും പോയി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല അവരുടെ പ്രത്യേകിച്ച് ഹെസ്ബുള്ളയുടെ ഇപ്പോൾ ആ കഴിവിൻ്റെ പരിധി എന്നും പരിമിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നാസറുള്ള പോലെ ഒരാൾ പോയി കഴിഞ്ഞാൽ അവർ വൻ ആക്രമണം അഴിച്ചുവിടേണ്ടതായിരുന്നു. കാര്യമായിട്ട് റോക്കറ്റൊന്നും പറഞ്ഞില്ല. ഇറാനിൽ നിന്നുള്ള സോഴ്സ് ഈ വരവ് സപ്ലൈ നിന്ന് നാസറുള്ള മരിച്ചിട്ട് പറയത്തക്ക റിയാക്ഷൻ ഇല്ല. പക്ഷേ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങൾ 5 ദിവസം ദുഃഖാചരണം നടത്തുന്നു. അപ്പം അതുണ്ട് അല്ലേ, ദുഃഖാചരണത്തിൽ ഇസ്രായേലിന് വിരോധമൊന്നുമില്ല, നടത്തിക്കോ എന്നുള്ളതാണ്. മാത്രമല്ല ഈ ദുഃഖാചരണം അവിടെ ഇറാനും നടത്തുന്നുണ്ട്, അതേപോലെ ഹെസ്ബുള്ളയുടെ മറ്റേ ലെബനോണിലും നടക്കുന്നുണ്ട്, വേറെ പല. അതായത് ഇത് ബേസിക്കലി ഇതൊരു ഷിയ സിറ്റുവേഷനാണ്. അതാണ് ഇപ്പോൾ ഇവർക്കൊരു വീക്ക്നെസ് വന്നിരിക്കുന്നത്. അതാണ് സുന്നി മുസ്ലിംസ് ഈ കൂട്ടത്തിൽ കാര്യമായിട്ട് കൂടുന്നില്ല. കാര്യമായിട്ടൊന്നല്ല, ആരും തന്നെ കൂടുന്നില്ല. ഈ ഹസൻ നസറുള്ളയെ ഈ ബങ്കർ ബ്ലസ്റ്റർ ഉപയോഗിച്ച് തന്നെ കൊലപ്പെടുത്തി സാർ പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കാം അപ്പോൾ ആയത്തുള്ള അലി ഖമേനിയെ ഇറാൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് ഈ ബങ്കറിലേക്ക് തന്നെയാണ്. അപ്പോൾ 85 വയസ്സുള്ള ആയത്തുള്ള അലി ഖമേനി പോലും പേടിച്ച് മാറണം എന്ന് പറഞ്ഞാൽ, അതായത് പണ്ടത്തെ ആയത്തുള്ള ഉണ്ടായിരുന്നില്ല, ആയത്തുള്ള റോഹുള്ള ഖൊമൈനി. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും പേടിയായിരുന്നു. ജിമ്മി കാർട്ടറിന് അന്ന് പ്രസിഡന്റ്, അദ്ദേഹത്തെ ആണെങ്കിൽ ഇവര് ശരിക്കും ഇട്ട് അലക്കുമായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് വന്നിരിക്കുന്ന ആയത്തുള്ള ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ ഒക്ടോബർ 7 അറ്റാക്കിന് മുമ്പൊക്കെ അദ്ദേഹം ഈ പറഞ്ഞോണം വലിയ ആളായിട്ട് അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ആൾ ഒളിവിലാണ്. അതായത് ഇബ്രാഹിം മറ്റേ ആ പ്രസിഡന്റ് മരിച്ചതോടുകൂടിയാണ് അവര്. അതെ, പ്രസിഡന്റ് മരിച്ചതോടുകൂടി കാര്യം ഇത് നയം വ്യക്തമാക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നു. മാത്രവുമല്ല ഇപ്പൊ നാസറുള്ളയാണ് ഏറ്റവും വലിയ ശക്തനായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഇബ്രാഹിം റൈസി മരിച്ചതോടുകൂടി അവിടുത്തെ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകളൊക്കെ കാലപ്പഴക്കമുള്ളതാണ്, അവർ ആയുധങ്ങളില്ല എന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു. അതോടുകൂടിയായിരിക്കും ഇറാൻ ഇപ്പം അങ്ങ് ഒതുങ്ങി നിൽക്കുന്നത്. അല്ല, അത് മാത്രമല്ല ഇസ്രായേലിനെതിരെ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ പരീക്ഷിച്ചു നോക്കി. 300 റോക്കറ്റ്സും ഡ്രോൺസും മറ്റ് പ്രൊജക്ടൈൽസൊക്കെ വിട്ടിട്ട് ഒന്നും തന്നെ അവിടേക്ക് അങ്ങ് എത്തണില്ല. അതാണ് പ്രശ്നം. അവിടെ എത്തിയിട്ടുണ്ട് എന്തെങ്കിലും സംഭവിക്കാനായിട്ട്. അത് എത്തിക്കഴിഞ്ഞാൽ അവർ തകർത്ത് കളയേണ്ടത്. മാത്രമല്ല ഇത് തകർക്കാനായിട്ട് ഈ ബാക്കി രാജ്യങ്ങൾ വെസ്റ്റേൺ കൺട്രീസ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇറാനെ വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയും അതേപോലെ തൊട്ടടുത്തുള്ള ജോർദാനും ഈ റോക്കറ്റ്സ് വരുന്നത് തടയാനായിട്ട് അവരും ശ്രമിച്ചിരുന്നു. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ആയത്തുള്ള റോഹുള്ള ഖൊമൈനി ഉണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു മുസ്ലിം കൺട്രിയും അതിനെതിരെ ഒന്നും പറയുമായിരുന്നില്ല. ഇപ്പോൾ മുസ്ലിം കൺട്രീസിന് ഇറാനെ ഇഷ്ടമല്ല, ഇറാനെ താല്പര്യമല്ല. കാരണം ഇറാൻ എല്ലാവരെയും പണക്കിയിരിക്കുകയാണ്. സൗദി അറേബ്യ ആയാലും സിറിയയിൽ ഉള്ള സുന്നികളായാലും ഒക്കെ പിണക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പോഴത്തെ ആയത്തുള്ള എന്ത് പറഞ്ഞാലും ദാറ്റ് ഈസ് ഓൺലി ഫോർ ദി ഷിയാസ്. പിന്നെ ഷിയകളെ കൂടാതെ പിന്നെ ഇറാന് സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഘടനയുള്ളൂ, അത് നമ്മുടെ മീഡിയ വൺ. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമാസിൻ്റെ അടുത്തു നിന്ന് ശ്രദ്ധ തിരിഞ്ഞപ്പോൾ ഇസ്രായേൽ വീണ്ടും ഒരു ദ്വിമുഖ പോർമുഖം തുറക്കുകയാണ്. അതായത് ഹിസ്ബുള്ള ആ മേഖലയെ തീർക്കുന്നു, ഒപ്പം ഈ പറയുന്ന ഹൂത്തികളുള്ള സിറിയയിലും യമനിലേക്കും അവരുടെ ശ്രദ്ധ മാറ്റുന്നുണ്ട്. ഒപ്പം ഈ പിന്നെ ഹിസ്ബുള്ളയെ തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടാങ്കറുകളൊക്കെ വിന്യസിക്കുന്നുണ്ട്, ഏതാണ്ട് കരസേനയും വിന്യസിക്കുന്നു. അപ്പം പശ്ചിമേഷ്യ സംഘർഷഭരിതമായി തുടരുമെന്ന കാര്യത്തിലാണ്ട് സംഘർഷഭരിതമായി തുടരും. പക്ഷേ അവർ വിചാരിച്ചിട്ട് ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റും. അതാണ് പ്രശ്നം. അപ്പോൾ ഇസ്രായേൽ അടിച്ചു തീർക്കട്ടെ അല്ലേ, ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂത്തികളെയൊക്കെ തീർത്ത് ഈ പറയുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ ഒന്നും ഇനി രാജ്യങ്ങളുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു നടപടിക്രമം ഉണ്ടാകട്ടെ അല്ലേ. ലോക നടപടിക്രമങ്ങളിൽ അങ്ങനെ ഒരു മാറ്റം നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.